അപ്രൗഢം ആ വരവ് ഇങ്ങനെ കണ്ടപ്പോ ഇറ്റികളെ എന്തല്ലേ വന്നിരുന്നപ്പോ ചോദിച്ചു, ഇരുത്തി എന്നിട്ട് ചോദിച്ചു, അമ്പിയാക്കൾക്ക് മുജിസത്ത് ഉണ്ടാവുമല്ലേ, എന്നാ നിങ്ങളെ മൊയ്ക്ക് മുജിസത്ത് ഉണ്ടോന്ന് ചോദിച്ചപ്പോ തിരിച്ചു മറുപടി എന്താ വേണ്ടിയെന്ന്. അതാണ് നമ്മളൊരു മാജിക് കാണിച്ചിട്ടില്ലല്ലോ മൊയ്സത്ത്, എന്താ നിങ്ങൾക്ക് വേണ്ടി മൊയ്സത്ത് ഇത് പറയുന്നത്. അതൊരു ത്രില്ലാണ്. ഇത് ആര് കാട്ടിട്ടുണ്ടെന്നറിയോ? അജ്മീർ ഖാജ. നേരത്തെ പറഞ്ഞേ ഖാജ പാപ്പ അജ്മീർക്ക് ചെന്നപ്പോ അവിടെ ഈ ഒട്ടകത്തിനെ കെട്ടാൻ വേണ്ടിട്ട് ഒരു കാക്ക വന്നു. അവിടെ കിടക്കാൻ വേണ്ടിട്ട് 40 ആൾക്കാരും ഖാജ പാപ്പ സമ്മതിച്ചു പറ്റൂലായിരുന്നു, സൈഡിൽ കിടന്നോളാൻ പറ്റൂലായിരുന്നു. ഇതെന്തിനുള്ള എന്റെ ഒട്ടകത്തിന് അന്നാടെ കിടന്നോട്ടായിരുന്നു. നേരം പുലർന്നപ്പോ ഒറ്റ ഒട്ടകം എഴുന്നേൽക്കണില്ല. അപ്പൊ ഒരാൾ പറഞ്ഞല്ലോ, ഖാജപാപ്പൻ തിരക്കി നോക്കുമ്പോ അനാസാഗർ തടാകത്തിന്റെ പരിസരത്തുണ്ടായിരുന്നു. എന്റെ ഒട്ടകൊന്നും നീക്കണില്ല. ഞാൻ നീച്ചോട്ടായിരുന്നു നീച്ചി. ആ ഖാജപാപ്പ അവിടെ തീനെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു. ചോദിച്ചു, ഇത് എന്തിനാണ് ആരാധിക്കുന്നത്? നമ്മൾ ആരാധിക്കപ്പെടുന്ന വസ്തുവാണ്, എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എന്താ ഉപകാരം? ഒന്നുമില്ല. അപ്പൊ നിങ്ങളെ കൈ വെച്ചാൽ കത്തുമെന്ന് വെച്ച്. കത്തും. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വെച്ച്, നിങ്ങൾക്ക് റബ്ബുള്ളല്ല അല്ലല്ലേ, എന്നാ പിന്നെ നിങ്ങൾ കൈ വെച്ചാൽ കത്തു വെച്ച്. കത്തൂല. എന്നാ ഒന്ന് കാണട്ടെ. അപ്പോഴും മേജിക്കാന്ന് പറയണ്ടല്ലോ. ആ ആൾക്കാരെ ആരാധിക്കപ്പെടുന്ന ആ മനുഷ്യന്മാരെ ആരാധിക്കുന്ന ആൾക്കാർ ഓലെ കൊടുത്തു വരുന്ന ഒരു കുട്ടീനെ വിളിച്ചു. കുട്ടീനെ എന്നല്ല, ഒരു ഇജി കുട്ടിയല്ല, ഇവന്റെ പേര് അടിവാരത്താണ്. കല്യാണം അന്വേഷിക്കില്ല. നല്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ വേഗം പറഞ്ഞു. തിക്കും തിരക്കാവും അറിയില്ല. ഒന്നും ഇപ്പൊ സ്ത്രീധനില്ലല്ലോ. മുമ്പൊക്കെ സ്ത്രീധനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. മുമ്പ് കാറും ലോറിയും വേറെയും വേണം, കൂട്ടുകൂടാൻ അറിയൊരു കേണം, കട്ടിലമറ ഫ്രിഡ്ജത് കൂടെ, പിന്നെ കുറെ സൽക്കാരങ്ങൾ തന്നെ, സ്വർണമോതിരവും ബിരിയാണിയും പണവും, അങ്ങനെ പല പല മാമൂലുകൾ. പോന്നില്ല. അതാണ് ഒപ്പിക്കൊണ്ട് പെൺകുട്ടി നന്നാണോ വ്യാപ്പള കൊണ്ടുപോകും, വ്യാപ്പള നന്നാണോ പെണ്ണ് കിട്ടും ചെയ്യും. പോട്ടെ, എന്തായാലും അവിടെയുള്ള ഒരു കുട്ടീനെ വിളിച്ചു. ആ കുട്ടീനെ എടുത്തിട്ട് തീ കണ്ടുപോയി. കുറെ സമയം വരെ ആൾക്കാർ ആർപ്പുവിളിയാണ്. ആ നേരത്ത് തിരിച്ചിങ്ങോട്ട് പോന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലിട്ടപ്പോ തീരെ കത്തിയില്ല. ആ തീയിനോട് അല്ലാഹു തആല പറഞ്ഞു, തീയെ നീ എന്താകണം? ബർദൻ, തണുപ്പാകണം. അപ്പൊ ഓടിപ്പോകും. സലാമൻ AC ആകണം. അടിപൊളിയായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം തിരിച്ചു പോകുന്നത് പോലെ ഖാജപ്പാപ്പ തിരിച്ചു പോകുന്നു. ആ മനുഷ്യന്മാര് മുഴുവനും ഇസ്ലാമിലേക്ക് വന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെ വന്നത്. പോട്ടെ, അപ്പൊ ഖാജപ്പാപ്പ ഓല കുറിച്ച് ആളെ പിടിച്ചില്ലേ എന്ന പോലെ ഹബീബിന് മാലിക്കിനോട് ഇവരൊക്കെ മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറഞ്ഞ കാര്യങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പോൾ പകലാണ്. ആ സൂര്യൻ ഉണ്ടല്ലോ, ആ സൂര്യൻ അവിടുന്ന് പോവണം, എന്നിട്ട് ചന്ദ്രൻ വരണം, എന്നിട്ട് ആ ചന്ദ്രനെ പിളർത്തണം, എന്നിട്ട് വീണ്ടും അത് കൂടി വരണം, എന്നിട്ട് ചന്ദ്രൻ പോയിട്ട് സൂര്യൻ വരണം. കളിക്കണ സൂര്യൻ ചന്ദ്രനല്ല, ഒറിജിനാലിറ്റിയാ പറഞ്ഞത്. നമ്മൾ സ്കൂളിൽ പോയി കൊണ്ടുപോകുന്ന അമ്പിമാരുടെ സാധനമല്ല. ആ നേരത്തെ ഇത് പറഞ്ഞപ്പോ അബൂജഹൽ ഹബീബിനായിട്ട് ചോദിച്ചു, ഞാൻ വിശ്വസിക്കുമെന്ന് വെച്ചു. ഇല്ല. പിന്നെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ട്, അത് പറയാനും. ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്ത് തിരിച്ചു വന്നു. പറയൂ, എന്താ വേണ്ടത്? സൂര്യൻ പോവല്ലേ, എന്നാ കണ്ടോളി, എല്ലാരും റെഡി. സൂര്യനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവിടുന്ന് മക്കത്തുനിന്ന് പോകാൻ പറയുന്നു. സൂര്യൻ പോയി അസ്തമിച്ച് സുബ്ഹാനല്ലാഹ് ചന്ദ്രനോട് വരാൻ പറഞ്ഞു. ചന്ദ്രൻ വന്നു. ചന്ദ്രനെ പിളർത്തി രാജ ചേരമാൻ ഇസ്ലാം പുൽകിയേ. ചേരമാൻ പെരുമാള് ആ പിളർത്തിയത് കണ്ടിട്ടുണ്ടല്ലോ. ഇതേപോലെ ഇവിടുന്ന് ആ പിളർത്തിയിട്ട് വീണ്ടും കൂട്ടി ചന്ദ്രനെ പറഞ്ഞയച്ചു, സൂര്യനെ വരുത്തിച്ചു. അപ്പൊ ചോദിച്ചു, ഇനി എന്താ? ഉള്ളിനുള്ളിൽ രഹസ്യമുണ്ട്, അത് പറയണം. നിങ്ങൾ അറിയണേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആളുകൾക്കിടയിൽ പട്ടാളക്കാരെ മുന്നിൽ വെച്ച് ഈ ഹബീബിന് മാലിക്കിനോട് പറയാ, ഹബീബിന് മാലിക്കേ, നിങ്ങളെ കൊട്ടാരത്തിൽ നിങ്ങളെ മകളുണ്ട്, വികലാംഗയാണ്, കൈയില്ല കാലില്ല, പക്ഷേ അവൾ ഇസ്ലാമിലേക്ക് വന്നാൽ അവൾക്ക് കൈയും കാലും തിരിച്ചു കിട്ടും.
ഇവനിങ്ങനെ തഹയ്യറ മുഹയ്യറ പുകച്ചില്ലതായി ഒരൊറ്റ പ്രഖ്യാപനം, മക്കക്കാരെ വിശ്വസിച്ചോളി, ഞാൻ ഇതാ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോഴേക്ക് വീട്ടിൽ കൊട്ടാരത്തിലേക്ക് അബ്ദുൽ മാലിക് പോയി അവിടെ ഇപ്പോ മോളുണ്ട്, കൊട്ടാരത്തിൽ സ്വീകരിക്കുന്ന കാത്തിക്കണ്, അടിപൊളി കൈയും കാലൊക്കെ ഉണ്ട്. എന്താ ഇത്? അപ്പൊ പറയാണ്, ഒരാളിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബാപ്പ മുസ്ലിം ആയിട്ടുണ്ട്, നീ മുസ്ലിമായ നിനക്ക് കയ്യും കാലും കിട്ടുന്നു. ഞാനാണ് ഷഹാദത്തുമല്ലി, ഞാനാണ് മുസ്ലിം ആയപ്പോ കൈ കാലം കിട്ടിയത്. നീ എന്താ വേണ്ടേ? എങ്ങനെയുണ്ട് മുഹമ്മദ് മുസ്തഫ? ഇതൊക്കെ വലിപ്പത്തിലല്ലേ. ചെറിയ കുട്ടിയാകുമ്പോഴേ കണ്ണിന് ചെറിയൊരു പ്രശ്നം, ഒരു ചുവപ്പ് കളർ. അബ്ദുൽ മുത്തലിബ് അവിടുത്തെ വലിയ പുരോഹിതൻ വലിയ ആളത്ത് കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി. അപ്പൊ ഇയാൾ ഈ ആൾ എന്താ ചെയ്യുന്നത്? അയാൾ ഈ ഗ്രന്ഥം പഠിച്ച ആളാണ്. കുട്ടിയെ നോക്കണേ, അബ്ദുൽ മുത്തലിബിനെ നോക്കണേ, ഇങ്ങനെ നോക്കി എന്നിട്ട് തന്നെ ഇത് സാധാരണ കുട്ടിക്ക് ചികിത്സ എന്റെ കയ്യിലില്ല, കുട്ടിക്കുള്ള ചികിത്സ കുട്ടീൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടിന്റെ ഉമിനീരെടുത്തിട്ട് കണ്ണ് പറ്റി കളിക്കുന്നുണ്ട്. കുട്ടിന്റെ ഉമിനീരെടുത്ത് കണ്ണ് പറ്റി, ഒരു പ്രശ്നമില്ല, സുഖമായി. ആ ഉമിനീര് ഏതാണെന്നറിയോ? ഖതാദ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തില് ശത്രുവിന്റെ അമ്പ് ഇങ്ങനെ വരുമ്പോ ഒരു ആയുധമില്ല, ബാക്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, തടിക്കാനൊന്നുമില്ല. സ്നേഹല്ലേ, ഇഷ്ടല്ലേ മുത്തുനബിനോട്, സഹിക്കാൻ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുറിവ് പറ്റുന്നത് ഇഷ്ടപ്പെടാത്ത സഹാബി നേരെ നിന്നോട്ട് കണ്ണിട്ട് തെരഞ്ഞെടുത്ത് കണ്ണെടുത്തു. യാ റസൂലല്ലാഹ്, ഇതെന്താ കാട്ടുന്നത്? ഇതൊന്ന് ഫിറ്റ് ചെയ്ത് തരണം. അപ്പൊ ചോദിച്ചു, വേണോ? എന്റെ പെണ്ണുങ്ങളെ കുട്ടിയാണ്, നമുക്ക് വിഷമാവൂലേ? കണ്ണ് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്ത് ഉമിനീര് പറ്റി കൊടുത്തു. ഖലാസ്. ആ കണ്ണിന് മരണം വരെ ചെറിയ സുഖം കൂടി ഇല്ല. ഇതാ മുഅ്മിനീങ്ങളെ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടിയാകുമ്പോഴോ മക്കയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താ നിങ്ങള്? ചെറിയ മക്കൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി മക്കൾക്കുള്ള മുതലാളിമാരെ മക്കളെടുക്കാൻ വേണ്ടി പാവങ്ങളും പെണ്ണുങ്ങളും വരും. ഹലീമ ബീവി വ്യാപ്പളി ഉണ്ട്, ഒരു വണ്ടിയുമില്ല. വേറെ കുറെ ആൾക്കാരുണ്ട്. ഹലീമ ബീവിന്റെ വണ്ടി സ്ലോ റണ്ണിങ്, ബാക്കിൽ വരും. ഹലീമാബി വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? അവിടത്തെ മുതലാളിമാരെ മക്കളൊക്കെ ഓരോരുത്തർ കുട്ടി. ലാസ്റ്റ് ഒരു കുട്ടിന്റെ യതീമായി പിറന്നുള്ള റസൂലിന്റെ വീട്ടില് ഇവർക്ക് എന്താക്കി? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീംകുട്ടിയാന്ന് അറിഞ്ഞുകൊണ്ട് വേറെ എല്ലാ കുട്ടികളെ കിട്ടാൻ പോയി നോക്കിയിട്ട് ഹലീമാബി ആ കുട്ടീനെ കണ്ട് കണ്ടപ്പോഴേ എന്താ ഇത് നോക്കിങ്ങൾ. ഇപ്പൊ നാട്ടിലുള്ള കുറച്ച് രസമുള്ള കുട്ടി നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ ഉണ്ടാവൂലേ? രുചി കളിക്കില്ലേ? കുട്ടികളെ ചെയ്യാത്തവർക്ക് അല്ലാഹു തആല നല്ല കുട്ടികളെ കൊടുക്കട്ടെ. കെട്ടിക്കാത്തവർക്കല്ല കെട്ടിച്ചവർക്ക് അല്ലാഹു തആല നല്ല കുട്ടികളെ കൊടുക്കട്ടെ. നാളെ ഭയങ്കര ദ്വാരക്കാൻ പറയില്ല, സാലേ ദ്വാരക്കി എന്റെ മോക്ക് കുട്ടിയില്ല. ഞാൻ എനിക്ക് മരുവനോടെ മരുവൻ ഗൾഫിലാണ്, ചേമ്പ്. ഈ ജാതിയും സഫാത്ത് പറയും അല്ലാഹു തആല. എന്നാൽ പിന്നെ ഭർത്താവിനെ പിന്നെ വന്നിട്ട് ദ്വാരക്കാനാണ് ആയിക്കോട്ടെ അപ്പം പറഞ്ഞാൽ പോരെ. ഇപ്പോഴാ സ്പീഡ് കൂടിപ്പോയി. മുമ്പ് കുറ്റപ്പാറത്താറിനെ പുലി മരത്തുമ്പോ കയറിയപ്പോ മരം കഴിഞ്ഞു പോയില്ലേ? സ്പീഡുണ്ട്. പുലി മരത്തുമ്പോൾ പാഞ്ഞു കയറി, അപ്പൊ മരത്തിന്റെ അട്ട കഴിഞ്ഞു എന്ന് പറയാൻ സ്പീഡ് കൂടി പോയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല മനസ്സിലാക്കട്ടെ. ചുരുക്കി പറയാ, മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടീനെ എടുത്തിട്ട് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വാഹനപ്പുറത്ത് വെച്ചപ്പോ വാഹനം മുന്നില്, എല്ലാവരുടെ വാഹനത്തിന്റെ മുന്നില് നല്ല രസമാണ്. സുബ്ഹാനല്ലാഹ്. മക്കയിൽ കഅബ ശരീഫിന്റെ മുന്നിൽ അവിടെ വന്ന് എന്നിട്ട് പോരുന്ന സമയത്ത് കല്ല് മരങ്ങളൊക്കെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. അങ്ങനെ ഹലീമ റളിയല്ലാഹു അൻഹ വീട്ടിലെത്തിയപ്പോൾ ചുറ്റുഭാഗത്തുള്ള മരങ്ങളൊക്കെ പച്ച പിടിപ്പുള്ളത്. അവിടെയുള്ള ആടുകൾ എവിടെ കൊണ്ടുപോയി കെട്ടുകയാണെങ്കിൽ അവിടെ പച്ച. ആർക്കെങ്കിലും രോഗം വന്നാൽ ഈ ശർവാക്കപ്പെട്ട നെറ്റിയിലൊന്നും തൊടും കുട്ടീന്റെ. എന്നിട്ട് ആ ഓർക്ക് എവിടെ വേദനയുള്ള അവിടെ തൊട്ടാ സുഖപ്പെടും. ഈ കുട്ടീനെ ആട്ടിയിട്ട് പൂതി തീരില്ല. തീനിമ്പക്കനിമോന്റെ കൊഞ്ചും മുഖഭാവം കണ്ട് ഏറ്റവും സുറൂറിലെന്ന് ബീവി തന്റെ താമര പൊന്നും മോന് പാലൂട്ടിക്കൊണ്ടാവേശത്തിൽ താരാട്ടി പാടി ഉറക്കിടും. തീനിമ്പക്കനിമോന്റെ കൊഞ്ചും മുഖഭാവം കണ്ട് ഏറ്റവും സുറൂറിലെന്ന് ബീവി തന്റെ താമര പൊന്നും മോന് പാലൂട്ടിക്കൊണ്ടാവേശത്തിൽ താരാട്ടി പാടി ഉറക്കിടും. മാണിക്യ കല്ല് പോലെ കണ്ണുകളിൽ തിളക്കം
സ്വബാഹ്. നമുക്ക് ബുർദ ഒരു ബറക്കത്തിന് ചെല്ലണ്ടേ? ഫുള്ള് ചെല്ലണം. ബുർദ ബറക്കത്തിന് മതി. എന്താ അങ്ങനെ ബറക്കത്തിന് ഞാൻ പറയാണെന്നറിയോ? ഇന്നിവിടെ മൗലൂദും ബുർദയും അത് തന്നെ ഉണ്ടായത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വന്ന് മുതലാകണല്ലോ. അതുകൊണ്ട് പറഞ്ഞ വന്ന് മുതലാകാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു പെണ്ണ്, ഒറ്റ പെണ്ണ്, ഒരൊറ്റ ആണ്, ഒരു 100 സ്വലാത്ത് എന്നും ചെല്ലണത് പാസ്സാക്കിയാൽ മതി, വിജയിച്ച് പരിപാടി. 100 ഉറുപ്പ് പരിപാടിക്ക് കൊടുത്താൽ തിരക്കണത്തില്ല, അത് വേറെ. അത് ലാസ്റ്റ് നിങ്ങൾ തന്നാൽ മതി. പെണ്ണുങ്ങളൊക്കെ ബക്കറ്റ് കൊടുക്കില്ല ഉണ്ടല്ലേ? അടികളെ ഇങ്ങനെ പിടിച്ചിട്ട് ബസർപ്പായിട്ടുണ്ടാവും. അത് കൊടുത്തോളൂ. ബക്കറ്റ് കിട്ടിയോ? അല്ല, കൊടുത്താൽ കുഴപ്പമില്ല തന്നെ, പാവാണ്, ഇദ്ദേഹം പോകണ്ടോ. എന്തായാലും അള്ളാഹു തആല എല്ലാവർക്കും സലാമത്ത് തരട്ടെ. ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒരു സമാധാനം ജീവിച്ചോളൂ. ടെൻഷനായിട്ട് ഇങ്ങനെ കാല വയ്ക്കണ്ട. എന്തായാലും അസ്സലാമു അലൈക്കും വലൈക്കും സലാം. കറക്റ്റാ പോകണം. ഇനിയിപ്പോൾ പറഞ്ഞാൽ നേരം വെക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ ഹാഫിദ് മുനിയർ ഒരു പാട്ട് പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ബുർദ ബറക്കത്തിന് ചൊല്ലിയിട്ട് നോൺ സ്റ്റോപ്പ് പാട്ട് പാടി നമുക്ക് പരിപാടി അവസാനിപ്പിക്കണം. ഇത് മധു പറഞ്ഞ തീര് പറഞ്ഞ എൻ്റെ കൽബിലുള്ള തീരില്ല. പിന്നെ അങ്ങനെ ഇവിടെ മധു തീറില്ല. കോടാനിക്കോടി ഇത്തിരി എനിക്കറിയുള്ളൂ. കോടാനിക്കോടി മധു നമുക്കൊന്നും അറിയാം. മുഅ്മിനീങ്ങളെ എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത്. അത്ഭുതങ്ങൾ മാത്രമാണോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശം പടുന്ന ജബ്രൂത്ത് മലക്കൂത്ത് ആർഷ് കുർസി മുഴുവൻ കടന്നു പോയില്ലേ ഒറ്റ രാത്രിയിൽ. ഏതൊക്കെ ഇപ്പൊ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ശതകോടി താരകം വാനം കവർന്നാലും സുരതാര രാജാവിൻ പ്രജകൾ നിരന്നാലും ശതകോടി താരകം വാനം കവർന്നാലും സുരതാര രാജാവിൻ പ്രജകൾ നിരന്നാലും തിരുപാദമൊഴിയിൽ ഒളിവിത് നിഷ്ഫലമാകിലും അന്തനൂറൻ അലാനൂരി തജല്ലി അന്ത മിസ്ബാഹ് സുദൂരിയാദില്ലി അന്തനൂറൻ അലാനൂരി തജല്ലി അന്ത മിസ്ബാഹ് സുദൂരിയാദില്ലി ശതകോടി താരകം വാനം കവർന്നാലും സുരതാര രാജാവിൻ പ്രജകൾ നിരന്നാലും ആയിരം രാവുകളിൽ മധുഹോദിരുന്നാലും
ബുറുദ ബർക്കത്തിന് പകരസ്ഥാൻ പറഞ്ഞെങ്കിൽ എത്ര സമയമില്ലെങ്കിലും മദഹിന്റെ ബസ്സിൽ ചെല്ലണം. മദഹിന്റെ ബസ്സിലാണ് ഫസ്റ്റ് തന്നെ ചെല്ലുന്നത്. പിന്നെ യാ ഖൈറ എന്ന് മറ്റേ ഇസ്രാ മിറാജിന്റെ ബസ്സിലും ചൊല്ലിയിട്ട് അവസാനത്തെ ബസ്സിലും ചൊല്ലി നമുക്ക് നോൺ സ്റ്റോപ്പ് പാട്ട് പാടി ദ്വാരക്കാം. പക്ഷേ ഈ സദസ്സുള്ളവർ സലാത്ത് ഏറ്റിട്ടില്ലെങ്കിൽ നഷ്ടമാണ്, നമുക്ക് കഴിയൂല. ഇവിടുന്ന് പോകാൻ തന്നെ മനസ്സില്ല. നിങ്ങൾ പെണ്ണുങ്ങളെ ആണുങ്ങളെ ചെല്ലോ, ഒരു 100 സലാത്തൊന്നും ചെല്ലും. ഒരു 10 മിനിറ്റ് മുത്തുനബിക്ക് കൊടുക്കാൻ പറ്റുമോ? എല്ലാവരും ബസ്സാണ് നിൽക്കില്ലേ? നിങ്ങൾ നോക്കിയില്ലല്ലേ? അത് പ്രകൃതിപരമായിട്ട് ഇങ്ങനെ എന്തുണ്ട്, എന്ത് ആണുങ്ങൾക്ക് കൽബില് എന്തുണ്ടാവും? എല്ലാ സാധനം അറിയണമെന്നില്ലേ? എല്ലാവർക്കും ഉണ്ടാവില്ലേ? കുറെ ഉണ്ടാവില്ലേ? അതിന് ഓരോ വഴികളാണ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് കിട്ടും. നീട്ടി നീട്ടി പറഞ്ഞ് നേരെ പോകും. അപ്പോൾ സംഭാവന എല്ലാം കൊടുത്തോളി. അട്ടി വെച്ച പൈസ സ്വർഗത്തിൽ ഉപകരിക്കണമെങ്കിൽ മാഷറയിൽ ഇവിടുന്ന് കൊടുത്താൽ നല്ലോണം കിട്ടും. ഇല്ലാത്തവർ ഉണ്ടാക്കി കടം വാങ്ങി കൊടുക്കും വേണ്ട. അല്ലാഹു തആല സലാമത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മദഹിന്റെ ഫസൽ ചൊല്ലി കൽബറിഞ്ഞ മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നമ്മളെ സ്വീകരിക്കും. പാപങ്ങളെ നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയൊഴിയൂല. അവിടുന്ന് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് വേണ്ടി പുറത്തിനെ തേടിക്കൊണ്ടിരിക്കും. അപ്പൊ സലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുക, ഹറാം ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് അപ്പൊ മുസ്ലിമല്ലേ? اللهم صل على سيدنا محمد. بسم الله الرحمن الرحيم. يا سيدي يا رسول الله يا سيدي يا حبيب الله يا سيدي يا رسول الله يا سيدي يا حبيب الله يا سيدي يا رحمة الله يا سيدي يا نعمة الله يا سيدي يا رسول الله يا سيدي يا حبيب الله علمت سنة من أحيا الظلام إلى أن استقت قدمه الله من مرمي وشد من سباب عشاه وطوى تحت الحجارة كشها مترف الأدم راودت بالجبال الشم من ذهب عن نفسه فراها أيام شمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فأكدت زهدهم فيها ضرورته إن الضرورة لا تعدو على العصم وكيف تدعو إلى الدنيا ضرورة ما لولاه لم تخرجي دنيا من العدم محمد 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 سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم نبي الأمير
فيه غير منقسمين لما ادعتكم نصارى في نبيهم واحكم بما شئت مدحا فيه واحتكمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وانسب إلى ذاته ما شئت من شرف وانسب إلى قدره ما شئت من عظم وإن فضل رسول الله ليس له حد فيغرب عنه ناديكم بفمي لو نسبت قدره آياته عظما أحيا اسمه حين يدعى داعي سليما به مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لم يمتهنا بما دعي العقول به ارسل علينا فلا نرتب ولم نهيم وعي الورى فهم معناه وليس يرى بالقرب والبعد فيه غير منفعم الشمس تذهب للعينين من بعد صايرة ما تبكي لو ترفع من أمامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم وأنه خير خلق الله كلهم وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكل آي أتى رسل الكرام بها وإنما اتصلت من نوره بهم وإنه شمس منهم كواكبها يظهرنا أنوارها للناس في الظلم أكرم بخلقنا بإنسانه خلقه بالحسن والشامل بالبشر متسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كالزهر في ترف والبدر في شرف والبحر في كرمي والدهر في هممي كأنه هو فرد من جلالته في عسكر هنتان ما هو في عشمي كأنه ملؤلؤ مكنون في صدفه معديني منطقي من هو مبتسمي لا طيب يعدل تربا لما أعظم طوبى 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 لمنتشقين
ملتثم لا طيب يعدل تربا ضم عظمه طوبى لمنتشي منه وملتزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا خير من يمم العفون ساهده سعيا وفوق بطون للعين في الرسم ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمعتنبي ساريت من هرم ليلا إلى حرم كما صار البدر في نادي من الظلم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم وبك درك إلى أن نلت منزلك من قاب قوسين لم تدرك ولم ترمي وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي وأنت تقترب سمع الطباق بهم في موكب كنت فيه إن صاحب العلم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم إذا لم تدعش ولي مستبق من الذنوب ولا مرضى لمستلمين غفرت كل مقام بالإضافة إلى جودك بربع مثل المفرد العلمي كيما تفوز بوصل أي مستبري عن العيون بصير أي مكتب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعزت كل بحار غير مشتاق وجزت كل مقام غير مستهب وزل مقدار ما وليت من رتبي وعز إدراك ما وليت من نعمي بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم لما دعا الله داعي ضاعته في أكرم الرسل كنا أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم منذ ألزمت أفكاري ما دائها وجدت للخلاق غير ملتزمين ومنذ ألزمت أفكاري ما دائها وجدته لي خلاق غير ملتزمين منذ ألزمت أفكاري ما دائها وجدته لي خلاق غير ملتزمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق
ഇനി നമുക്ക് പാട്ട് പാടി യാത്രമല്ലി ദ്വാരക്കാൻ പോവാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ചോദിച്ചു. ദേഷ്യം പിടിക്കലിന്റെ പറയുന്നത് മോനെ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ചോദിക്കണ്ടല്ലേ. ദേഷ്യം പിടിക്കാന് മനസ്സുണ്ടാവില്ല, പക്ഷെ പിടിച്ചു പോകും. എന്നിട്ട് പിന്നെ വേണ്ടി ഗിരിന്നറിയും. അങ്ങനെയാണ് കുറെ ആൾക്കാർ. ഇവിടെ എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. പ്ലീസ് പ്ലീസ് ഇന്ന് മുതൽ ചൂട് ഓഫാക്കും. ഒരു സഹാബി മുഹമ്മദ് മുസ്തഫ സലാത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വന്നിട്ട് പറയാം, ഔസുനി ഒരു ഉപദേശം തരണം. ലാ തഗളബ്, ദേഷ്യം പിടിക്കരുത്. പെണ്ണുങ്ങൾ ദേഷ്യം പിടിക്കും, ആണുങ്ങൾ ദേഷ്യം പിടിക്കും ഇല്ലല്ലേ? എന്നാൽ നമ്മൾ തന്നെയാണ് ദേഷ്യം പിടിക്കുന്ന ആൾക്കാർ. എന്നാൽ നിസ്കരിക്കാത്തതിന് നമ്മൾ ആരോടും മക്കളോട് ചൂടായിണോ? ഇല്ല. നമ്മളെ മക്കള് 15 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ശരിക്കും പഠിച്ചെങ്കിൽ 7 വയസ്സായി നിസ്കരിക്കാൻ പറഞ്ഞില്ല. ഇനി ഉണ്ടാകുന്ന പേരക്കുട്ടിനെ തന്നെങ്കിലും 7 വയസ്സായി നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായി നിസ്കരിച്ചില്ലേ തല്ല. എന്നാല് കുട്ടി നിസ്കരിക്കും. ഞാന് എന്റെ 5ന് 3ാം ക്ലാസ് പഠിക്കണം മാത്രം പള്ളിക്ക് സുബൈക്ക് വിളിച്ചോട്ടി കൊണ്ട് എന്റെ വാപ്പ മുല്ലാരി മുദ്രസേരി. അപ്പൊ ഞാൻ പറഞ്ഞു, വാപ്പയെ പാവല്ലേ, എടാ അന്നെ അങ്ങനെ നിസ്കരിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് നിസ്കരിക്കുന്നത്. ഞാൻ 5ാം ക്ലാസ് മുതൽ ഇന്ന് വരയ്ക്ക് എന്താക്കാ വളരെ ഊറ്റത്തെ പറയണ ഇതുവരയ്ക്ക് ഒറ്റ നിസ്കാരം കട്ടായില്ല. കളായിക്കണത് കൂട്ടി ചെയ്തിട്ടുണ്ട്, കട്ടായില്ല കിട്ടുന്നു. എന്താ അങ്ങനത്തെ കണിശമാക്കി. ഇവിടെ സദസ്സിൽ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാകും. കറക്റ്റ് പറയണം. അന്ന് ആ പരിപാടിയുടെ നബിദിനത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരേക്ക് നിസ്കാരം കട്ടായില്ലെന്ന് പറയണം കൂട്ടരെ. സുയിപ്പാണ് നിസ്കരിച്ചില്ലെങ്കിൽ മത്സരക്ക് നായി വന്നിട്ട് നായി അള്ളാഹിനോട് പറഞ്ഞ എന്താ നിങ്ങള് അർഹമുറഹീമായ റബ്ബേ നീ എന്നെ നായായി സൃഷ്ടിച്ചു, താങ്ക് യു. എന്നെ ഒരു പന്നിയായി പടച്ചിട്ടില്ലല്ലോ. അപ്പോൾ പന്നി ഇങ്ങനെ ഉരുട്ടി വന്നിട്ട് പന്നി പറയാണ്, അള്ളാഹുവേ നിന്നോട് എനിക്ക് നന്ദിയുണ്ട്, നീ എന്നെ നിസ്കരിക്കാത്തൊരു മനുഷ്യനായി പടച്ചിട്ടില്ലല്ലോ. ഇന്ന് പരിപാടിക്ക് കഴിഞ്ഞു പോയിട്ട് സുബഹി നിസ്കരിക്കാതെ, ഇശാ നിസ്കരിക്കാതെ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയിട്ട് നരകത്ത് കിടക്കുമ്പോ ആ ദണ്ടുകൾ കൊണ്ട് അടി കിട്ടുമ്പോ അന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആരാ കൂട്ടരെ രക്ഷപ്പെടുത്താൻ വരുന്നത്? നരകം കഠിന കഠോരമാണ്, അത് നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. നരകത്തിലുള്ള മനുഷ്യന്മാർ ആർത്ത് വിളിക്കുമ്പോൾ ഒരു മേഘം നരകത്തിന്റെ മുകളിൽ വരും. അതിൽ നിന്ന് താഴോട്ട് വെള്ളം വരുന്ന കാത്തിരിക്കുമ്പോൾ മൂർഖൻ പാമ്പാണ് വരിക. അതുകൊണ്ട് നന്നായിക്കോളിട്ടോ, ഇപ്പോഴത്തെ സ്വർഗമാണ്. സ്വർഗമെന്ന് പറയുന്നത് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അവിടുത്തെ കൊട്ടാരകൾ വളരെ വലുതാണ്, അലങ്കനീയമാണ്. അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അതുപോലത്തെ ഇവിടുത്തെ പഴങ്ങള്, ഇന്ന് നെയ്ച്ചോറ്, നാളെ ബിരിയാണി, മറ്റന്നാളെ മന്തി, അത് കഴിഞ്ഞിട്ട് റിട്ടേൺ വരും. എന്ത് പിന്നെയും നെയ്ച്ചോറ്, പിന്നെയും ബിരിയാണി, പിന്നെയും മന്തി ഇല്ലേ? സ്വർഗത്തിൽ ഇന്നൊന്നും നാളെ വേറെ, നാളെ വേറെ, നാളെ വേറെ, നാളെ കാലാകാലം വേറെ. പേടിക്കണ്ട. വരല്ലേ ഈ വരല്? ദുനിയാവിൽ എല്ലാവരും ഇത് വേറെയാണ്. കോടാനിക്കോടി മനുഷ്യന്മാർക്ക് ഉണ്ടായിട്ട് ഇവിടെ ഈ സ്ഥലം നോക്കി ഒപ്പിട് പോയി കഴിയുന്നില്ല. ഉണ്ടോ? കണ്ണിന്റെ ഉള്ളില് സംഗതി ഇല്ല. നിങ്ങൾ കണ്ടില്ലേ ക്യാമറ ഫോട്ടോക്കെ നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഒരാളെ കണ്ണിന്റെ കുളത്തിൽ വേറെ കണ്ണില്ല. കോടാനിക്കോടി മനുഷ്യൻ ഇത് സൃഷ്ടിച്ച അള്ളാഹുത്താലക്ക് എന്തല്ല ഒരു വിഷയമില്ല. എന്ത് ഇങ്ങനെ കോടാനിക്കോടി ഫുഡ് കൊടുക്കണത് ഇന്നൊന്ന് നാളൊന്നും മറ്റന്നാളൊന്നും അടിപൊളിയാവൂലേ? സ്വർഗത്തിലേ ഒന്ന് വിചാരിക്കേണ്ട, ബാത്റൂം പോണ്ടിരുന്നു, മൂത്രിക്കില്ല, കാഷ്ടിക്കില്ല. ഇപ്പൊ ഒരാൾക്ക് സംശയം, അപ്പൊ തിന്നുന്നത് കയറ്റുമതി ഇല്ല, ഇറക്കുമതി ഇല്ല, എന്താകാന്ന് ബേജാറാകണ്ട. ഇപ്പൊ നമ്മൾ 4 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 1 ഗ്ലാസേ പാത്രമുള്ളൂ, 3 ഗ്ലാസ് എന്തായി പോയി? അത് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. വേസ്റ്റ് ആണ് പോണത്. സ്വർഗത്തിൽ വേസ്റ്റ് ഇല്ല. പൊന്നാര മുമ്പിനെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ മതി ദുനിയാവിൽ. എന്നാ സ്വർഗം തന്നെയാണ്. എങ്ങനെ ക്ഷമിക്കല്? തെറ്റ് ചെയ്യാതെ. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തെ നിസ്കാരം, മൂന്നാമത്തത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വിടുത്തം പിടിച്ച് എനിക്കോടി ഇമ്മനി ബാപ്പനെയും വിഷമിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇമ്മി ബാപ്പയാണെങ്കിലോ ഫുള്ള് ഗൗരവത്തിലാവും. ഒന്ന് പാവം തോന്നണം. പൊന്നാര മക്കള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും അവള് 8 A+ വാങ്ങിയിട്ടും 2 A+ നഷ്ടപ്പെടുന്നത് അവൾക്ക് മാസത്തിന് ചെറിയൊരു വിഷയം ഉണ്ടാകുമല്ലോ. അന്ന് ക്ഷീണം ഉണ്ടായതുകൊണ്ട് എഴുതാൻ കഴിയാത്തതാണ്. വീട്ടിൽ വന്നിട്ട് ഉമ്മയും ബാപ്പയും പറഞ്ഞ വാക്കെന്നാടി ആ പെണ്ണിങ്ങനെ ഉരുകി തീരാണ്. ഈ തന്തക്ക് മാർക്കത്തര നിങ്ങൾക്ക് 10 മാർക്ക് സ്കൂളിൽ 50, ഇമ്മക്ക് എത്ര 20, 2 കൂടി 30 ആവുള്ളൂ. എന്നിട്ട് ഈ കുട്ടിക്ക് A+ 8 നന്ദിയില്ലാത്ത പരിപാടി ചെയ്യരുത്. അങ്ങനെ ആരോടുണ്ടെങ്കിൽ ഞാൻ അറിയട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞ സ്വാഭാവികം പറഞ്ഞതാ. എന്തിനാ അത് A+ കിട്ടിനെ മുമ്പൊക്കെ മനസ്സിലാക്കാം. 10 വർഷം എത്ര A+ ഉണ്ട്? ഉള്ള A+. ഈ ഒരു ചിന്ത നമുക്ക് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പഠിക്കണം, പക്ഷെ ദോച്ചിട്ട് ജീവിക്കരുത്.
ഏറ്റവും കൂടുതൽ ശമ്പളം എന്തിനു കിട്ടും അതിന് പിന്നാലെ പോവാൻ നമ്മൾ. നിങ്ങൾ അറിയോ, കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലം പറഞ്ഞ ആളൊക്കെ പറഞ്ഞ് കൊളാക്കണ്ട, ഈബത്ത് പറയണ്ട. ആ സ്ഥലത്ത് ഒരു ബാപ്പ മക്കളെ പഠിപ്പിച്ച് 2 മക്കൾ കോടീശ്വരന്മാർ, അമേരിക്കയിലാണ് പണി. ബാപ്പ മരിച്ചിട്ട് ഒരു 2 വന്ന് പൊന്നാറ് കൂട്ടല മയ്യത്തിற்கு മുന്നേ തിരിച്ചുപോയി. നേരെ ജോലി എന്തിനാ അങ്ങനെ പഠിപ്പിച്ചിട്ട്? ലക്ഷം ശമ്പളം. എന്റെ കുട്ടിക്ക് 2 ലക്ഷം. എന്ത് 2 ലക്ഷം കിട്ടിയിരുന്ന കാര്യം? ഓനോ എന്റെ പെണ്ണുമായിട്ട് ഗൾഫില്ല. ബാപ്പിയമ്മയും കാണുകൂടില്ല. ബാപ്പ മറ്റിയില്ലേ, അസ്സലാമലൈക്കും വലൈക്കും സലാം. ഖലാസ്. മനുഷ്യന്മാരെ ദീനെ പഠിപ്പിക്കുക. അതിന് മദ്രസ പഠിച്ച ജോലി. മദ്രസയിൽ 10ാം ക്ലാസ്സും സ്കൂളിൽ 10ാം ക്ലാസ്സും മദ്രസ നിർത്തി. എന്റെ ക്ലാസ്സിലെ കുട്ടിനിക്കത് ആ കുട്ടിന്റെ അമ്മ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉസ്താദെ എന്റെ കുട്ടി ഇനി വരില്ല എന്താന്ന് വെച്ച് ഇപ്പോൾ SLC ആണ്. അതിന്റെ കൂട്ടിൽ വേറെ SLC കുട്ടികളുണ്ട്. ഐറ്റികൾ ചേച്ചി ഇത് തോൽക്കട കാലാണ്. അന്നാണ്, ഇന്നല്ല. നിങ്ങൾ ആലോചിക്കുന്നു, അന്ന് A+ ഒന്നുമില്ല. ഇതൊക്കെ അള്ളാഹു തആല നിർമ്മിക്കുന്ന റിമോട്ട് അവിടെ അല്ലേ. ഇനി A+ കിട്ടി എന്താ കിട്ടാൻ പോണെന്ന്. പക്ഷെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല. പഠിച്ചിട്ട് നശിപ്പിക്കരുത്, വെറുപ്പിക്കരുത്, കുട്ടികളുടെ വെറുതെ ചൂടാകുക. അതേപോലെ നമുക്കൊരു പരിപാടി ഉണ്ട്. നമ്മളടുത്ത് എന്ത് സംഭവിച്ചാൽ ഒരു പ്രശ്നമില്ല. മക്കളെടുത്തുന്ന പെണ്ണുങ്ങളെടുത്തുന്ന ഉമ്മനെടുത്തുന്ന സംഭവിച്ചാൽ കുതുക്കൊല്ല മതിമിതിമിതിമിതമറമതും അല്ലേ. ഞാൻ പറഞ്ഞതാ, ഒരു ഫോൺ മോനെ, ഒരു ചങ്ങായി അയാൾ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് പാത്രം വാങ്ങിച്ചിരിക്കുമ്പോ റൂമിൽ നിന്ന് ഫോൺ വെല്ലടിച്ച് അടുക്കളന്ന് മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കേണ്ട തിരക്കില പെണ്ണ് സ്നേഹം കൊണ്ട് ഓടി വന്നിട്ട് മൊബൈൽ എടുത്തിട്ട് കൊണ്ടുവരുമ്പോ വാതിലൊക്കെ തട്ടിട്ട് താഴെ വീണു. പാവ ഒന്ന് സ്വിച്ച് ഓഫ് ആയി പോയി. എന്റെ വാപ്പ കൊണ്ടുവന്നത് എന്താ മനസ്സിലാക്കിയത്? ചീത്ത കേട്ടിട്ട് നല്ലോണം കേട്ടിട്ട് ആ പെണ്ണ് വിചാരിച്ച് വേണ്ടി ചെയ്തു. കരഞ്ഞിട്ട് ഓണായിക്കണ് ചൂടായില്ല. പിറ്റേന്നാൾ അതേ സ്ഥലത്ത് നിന്ന് ഫോൺ വെല്ലടിച്ചു. പെണ്ണെടുക്കാൻ പോയില്ല. ആ ചൂട് കൂടി മുമ്പിൽ വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഒറ്റ വരവാ. അതിനങ്ങോട്ട് കയ്യിൽ നിന്ന് താഴെ വീണിട്ട് ഡിസ്പ്ലേകളൊക്കെ പൊട്ടി. അപ്പൊ ഇയാളെ പറഞ്ഞോ, നോക്കിയാ എന്റെ ഫോണ് വീണ് പൊട്ടിപ്പോയി. തലേന്നോട് തള്ളിട്ടത് മൂപ്പരെടുത്ത് വീണപ്പോ വീണ് പോയത്. അതിലേറെ രസം വേറുണ്ടെന്ന്. 3ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി മിച്ചറിട്ട് ആകത്തിരി മിച്ചറേ ആ പെരയുള്ളൂ. അതൊരു നല്ല ഗ്ലാസിന്റെ പ്ലേറ്റിലേക്ക് കൊണ്ടുവരാ വിരുന്നാൻ കൊടുക്കാറ്. അടുത്ത് പൊട്ടി കയ്യിൽ നിന്ന് വീണ് പൊട്ടി മിച്ചറ് മുഴുവൻ ചിന്തി. കുട്ടിന്റെ ചെവി കണ്ട് പിടിച്ചില്ലേ, വേദനുണ്ടാവും. അങ്ങോട്ട് തൂക്കിട്ടുണ്ട് ഒരു അറ്റനാണ് കൊടുത്ത് അടിച്ചില്ല. ഒരൊറ്റ എടുത്ത് അടിച്ച കുട്ടി കരിയാണ്. കരഞ്ഞപ്പോ കുട്ടി കരഞ്ഞോടെ ഉറങ്ങി. പിറ്റേന്ന് ഉസ്താദിന് ചെലവില്ല. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 കഷ്ണം ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ, അതെടുത്ത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പെണ്ണുങ്ങളെ വിളിച്ച് ഞങ്ങൾ പോകാം. അങ്ങനെ ഉള്ളിയൊക്കെ സ്പീഡ് പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ആ ചിക്കൻ 4 കഷ്ണമുള്ള അത് കറി വെച്ച് നെയ്ച്ചോറ് വെച്ച് ഉടനെ മൊയ്യാര് വന്ന് ഈ ചൂടായ കാക്ക കൂട്ടത്തിലുണ്ട്. കാക്ക അടുക്കളയൊക്കെ വന്നിട്ട് ആദ്യം ചോറ് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് പിന്നെ കറി ഇങ്ങനെ പിഞ്ഞാണത്തിന് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇന്നലെ മിച്ചർ വീണ് അതേ സ്ഥലത്ത് തന്നെ വീണ്. ഒരൊറ്റ കഷ്ണമില്ല, കറിയില്ല, മുഴുവൻ ചിന്തി. അപ്പൊ അടുക്കള വന്ന് കണ്ട് നോക്കിയാ കറി ചിന്തി പോയി. മിച്ചറിന്തായതാ? മിച്ചർ കുട്ടി കൽപ്പിച്ചുകൂട്ടി ചിന്തിയത് അല്ലേ. പണിക്കാരൻ്റെ അടുത്ത് വിളപ്പിട്ടപ്പം വിളപ്പ് താഴെ വീണപ്പോ പടച്ചോനെ ചെങ്ങാണ്ട് എത്ര ചൂടാത്. പിറ്റേന്ന് ഇയാൾ മരക്കൂറി ഇടാണ്, വീണുപോയി. ചൂടും വീണ് അയാളും വീണ് കെട്ടി പറഞ്ഞ് വീണ് നോക്കി കളി. അതുകൊണ്ട് ഇന്ന് മുതൽ ചൂടാവൽ ഓഫാക്കി കളി. എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. തെറ്റെല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ മാപ്പ് കൊടുക്കുക, വിട്ടാളി. പ്രത്യേകം കേൾക്കണമെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളോടും ഉമ്മനോടും സ്നേഹത്തിൽ നിന്നാൽ സ്വർഗം കിട്ടുന്ന ഉറപ്പില്ല. ഓരോട് പണിക്കുകയാണെങ്കിൽ നരകത്തിൽ പോകാൻ ഒരു വഴിയാകും. ഒരു സ്വഹാബി, ആ സ്വഹാബി വഫാത്തിന് നേരെ കിടക്കുകയാണ്. ഷഹാദത്തിലും ഇതെല്ലാം കിട്ടുന്നില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്വഹാബികളെ പറഞ്ഞ ഉമ്മന്റെ അടുത്തേക്ക് ഉമ്മനോട് പൊരുത്തപ്പെടാൻ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുമ്മ ഞാൻ പൊരുത്തപ്പെടില്ല. അതിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എന്നിട്ട് പറഞ്ഞ് കുറച്ച് ബർഗടിക്കുന്നു. എന്തിനാന്ന് വെച്ച് ഈ മോനെ കത്തിക്കാൻ പോവാണെന്ന്. കാരണം ഉമ്മന്റെ പൊരുത്തില്ലെങ്കിൽ ഈമാൻ കിട്ടൂല, നരകത്തിൽ കിടക്കേണ്ടി. അപ്പൊ ഇപ്പൊ തന്നെ കത്തിച്ചാളാണ്. അപ്പം പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു. ആ നേരത്തെ ആ മോൻ ഷഹാദത്തും ചെല്ലിയാറുകള് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തോളിൻ ഉദിമതിയാം മുത്തുറസൂലിൻ പൂമൊഴി ഉള്ളിലുറച്ചോളിൻ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ ഉമ്മ. 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മായിടുമോ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ്
റിഫായി ശൈഖ് തങ്ങൾക്ക് അല്ലാഹു തആല വലിയ പദവി സ്വർഗ്ഗത്തിൽ കൊടുത്തു. ആ സ്വർഗ്ഗത്തിൽ കൊടുത്ത കാരണം അല്ലാഹു തആല കാണിച്ചു കൊടുക്കാൻ വേണ്ടി രാത്രി തന്നെ ഒരാളെ കൊണ്ടുവന്നു. വേറൊരാളാണ് ഈ പദവി കിട്ടിയത് അറിയണത്. ആ മനാമെ കണ്ട ഉടനെ തന്നെ നേരെ റിഫായി ശൈഖിന്റെ വരെ വന്നപ്പോ ഒരു പെണ്ണിന്റെ സൗണ്ട്. ഇയാൾ തന്നെ തിരിച്ചു പോയി. പിറ്റേനാൾ പകല് റിഫായി ശൈഖ് തങ്ങൾ ചോദിക്കുന്നില്ല വന്നില്ലേ? ആ വന്നിനി. ഞാനേ അവിടെ വന്നപ്പോ പെണ്ണിന്റെ സൗണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു പോയി. അത് എന്റെ ഭാര്യയാണ്. അവളൊന്ന് ഉച്ചത്തിൽ സംസാരിച്ച് എന്നോട് ഒന്ന് ശബ്ദിച്ച് സംസാരിച്ചപ്പോ ഞാൻ ക്ഷമിച്ചു മിണ്ടാതെ നിന്നു. അപ്പോൾ എനിക്ക് അല്ലാഹു തആല വലിയ പദവി സ്വർഗത്തിൽ തന്നു. അപ്പൊ ഐറ്റുകളെ നീ ചാടിക്കോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാനുണ്ട്. പാവല്ലേ പെണ്ണുങ്ങളെ പുരാപ്രാറെ പേരെ തിരിയരുത്. ഈറ്റുകളെ ഓടുന്ന കഷ്ടപ്പെട്ട് ഒരു സാധനം ഒരു ചുരിദാർ വാങ്ങിക്കൊണ്ടുവരുമ്പോ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞു ഉരുട്ടി. എന്നിട്ട് പിന്നെ കഴിഞ്ഞ് എങ്ങനെക്കോ ഹെൽമെറ്റ് കൊളത്തി പോയി പോലീസ് കണ്ട് കയ്യാട്ട് 500 പോയി. അങ്ങനെ ഇല്ലിക്കട്ടായി ടെൻഷനായിട്ട് ഇങ്ങനെ വരിക. വന്ന് ഇവിടത്തെ പോളിൽ പറയാൻ എനിക്ക് ഒരു ചുരിദാറുണ്ട്. അതിങ്ങനെ നോക്കിയാണ് ഇത് മിഠായി തിരുന്ന് വാങ്ങിയതാ, ഇതെത്തതിന്റെ കോലോ. അപ്പത്തെ ഇങ്ങനെ ആവും. അപ്പൊ എന്താ വേണ്ടത് നിങ്ങള്? ഇതെവിടുന്ന് വാങ്ങി? നിന്നെ വിടുന്നായിക്കോട്ടെ. ചായ കൊടുത്ത് ചോറൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ബില്ലൊക്കെ അവിടെ നിന്ന് നോക്കി കണ്ടി. എന്നിട്ട് പിന്നെ എന്താക്കറിയോ? പിന്നെ ആ ചുരിദാറിന് പേര് നമ്മളെ താത്താന്റെ ചുരിദാറിനതില്ല, അതില്ല. അതൊന്ന് മാറ്റടി. നല്ല പോലെ പറഞ്ഞാൽ ആരും കേൾക്കും. ചൂടാവരുത്. നോക്കികൾ തമ്മ കച്ചറണ്ടാക്കുമ്പോ ഓരോരുത്തരോട് എന്റെ വാപ്പന്റെ തലാറിന് എന്താവും? ചൂടാവൂലേ? അതേ സമയത്ത് അപ്പൊ ഓനോട് നിന്റെ ഉപ്പയുടെ ശിരസ് ചൂടാവോ? രണ്ടൊന്നല്ലേ? അന്റെ വാപ്പന്റെ തലാറിനോ നിന്റെ ഉപ്പയുടെ ശിരസ് ഒന്നേ ഒന്നാ. പക്ഷെ ഒന്നെന്താക്കി? ഒന്ന് ഇങ്ങനെ പറഞ്ഞു, ഒന്ന് ചൂട് പറഞ്ഞു. അന്നെ ഞാൻ കണ്ടോളാ പറഞ്ഞിട്ടാണെങ്കിൽ കണ്ടോളാ. ആ ഒറ്റ അർത്ഥത്തിൽ കുറെ അർത്ഥം കണ്ടോളർത്ഥം ഒക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ സ്നേഹം ഇന്ന് മുതൽ ചൂട് ഓഫാക്കാം. പെണ്ണുങ്ങളോട് മക്കളോട് ചൂടാകണ്ട, പെണ്ണുങ്ങളെ പിരാപ്പിളാരോട് ചൂടാകണ്ട. നല്ല ശാന്തമായ അന്തരീക്ഷം ബർക്കത്തിന്റെ ഇബിലീസിന്റെ മക്കളെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം പാവ സമ്മാനം കൊടുക്കണ ആർക്കാ നിങ്ങള്? ഇബിലീസിന്റെ മക്കൾക്ക് കള്ളുപിടിപ്പിച്ചവർക്കല്ല, വ്യഭിചരിപ്പിച്ചവർക്കല്ല, പലിശക്ക് വാങ്ങിച്ചവർക്കല്ല. ഏറ്റവും കൂടുതൽ സമ്മാനം കൊടുക്കണ തെറ്റിക്കണ പുരാപ്പള്ളിയും പെണ്ണുങ്ങളെ മക്കളെയും മാപ്പനും ഉമ്മനെയും തെറ്റിക്കണേ ആ മനുഷ്യൻ ഇബിലീസിനാണ് ടോപ്പ് സമ്മാനം കൊടുക്കുക. അതുകൊണ്ട് ഇത്തരം ഇങ്ങനെ വരുമ്പോ പറയാൻ മനസ്സിലാക്കണം, എന്നെ ചൂടാക്കണമെന്ന് ഉണ്ടരുത്, സഹിക്കുക. അല്ലാഹു തആല നല്ല ക്ഷമ തരട്ടെ. ഇൻഷാ അല്ലാഹ് നോ ടോപ്പ് പാട്ടുപാടി യാക്രം ബെയ്ത്ത് ചൊല്ലി മദീനയിലേക്ക് കൽബ് തിരിച്ച് പച്ചാവീരി ചുള്ള പൂന്തോപ്പിൽ സുച്ചന്തം പൂന്തി നുകരാൻ വിധിക്കാം നാം. വിചാരേ ഇഷ്ടക്കാടൽ തീരെ ചെന്ന് കൊതി തീരെ കാണാൻ ഇരിക്കാം പച്ചവീരി ചിള്ള പിച്ചകപ്പൂന്തോപ്പിൽ സുച്ചന്തം പൂന്തേ നുകരാൻ ഇരിക്കാം. നഫ്സിനെക്കാളെനിക്ക് പ്രിയമുള്ളോര്, റൂഹിനെക്കാളെനിക്ക് വിലയുള്ളോര്, നഫ്സിനെക്കാളെനിക്ക് പ്രിയമുള്ളോര്, റൂഹിനെക്കാളെനിക്ക് വിലയുള്ളോര്, മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയിൽ സ്വല്ലല്ലാഹ്. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹഖ് നബിയിൽ സ്വല്ലല്ലാഹ്. മുത്ത് മാണിക്യമാണെന്റെ തോഹ, ഇഷ്ടിൻ പാലാഴിയാണെന്റെ റാഹ. മുത്ത് മാണിക്യമാണെന്റെ ത്വാഹ. ഇഷ്ടിൻ പാലാഴിയാണെന്റെ റാഹ. Spreading light to love of Medina, jamming songs to love of Medina, catching up to love of Medina, Medina.
റബീഉൽ അവ്വലിന് ഈ മജ്‌ലിസിൽ വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരിക്കണം. ഞാനോ ചിന്തിക്കണ്ട, ഹറാമ് കൈയൊഴിക്കുക, സലാത്ത് വർദ്ധിപ്പിക്കുക, അപ്പാണ്ട് കാണും. കണ്ട പിന്നെ ഭൂമിയിൽ എന്നോട് ഒരാൾ പറയാണ്, ഞങ്ങളെ വണ്ടി കയറിയിട്ട് മൂപ്പര് പറയാണ്, മൂപ്പര് കണ്ടതെന്നോ മൂപ്പര് കിടക്കുന്ന റൂമിന്റെ ഒരു മൂല അങ്ങോട്ട് പൊട്ടി കീറിയിട്ട് പ്രകാശം കണ്ട് നിറഞ്ഞിട്ട് ആ പ്രകാശത്തിന്റെ ഉള്ളിൽ ബദറുൽ കമാൽ ഹസ്നുൽ ജമാൽ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് വന്നോലെ മൂപ്പര് പറയാണ്, 9 കൊല്ലായി ഞാൻ കണ്ടിട്ട്, ഇപ്പൊ പറഞ്ഞിട്ട് കുറച്ച് കൊല്ലായിട്ടോ, 9 കൊല്ലായി ഞാൻ കണ്ടിട്ട് ഇപ്പോഴും ആ സുഗന്ധന്റെ മൂക്കിൽ ഇങ്ങനെ ഉള്ള മാതിരിയാണ്. നമ്മൾ ആദ്യ രാത്രിയിൽ അടിച്ച സ്പ്രേന്റെ സുഗന്ധം കുറെ കാലം ഉണ്ടാവും. അതേപോലെ ആശ്ചര്യ, ആ സന്തോഷം കൊണ്ട് എന്റെ മൂക്കിൽ ഇങ്ങനെ സുഗന്ധം അടിച്ചു വീശുന്ന എപ്പോഴും ഉണ്ട്. അത്രക്കും ഗ്ലാമറും സൗന്ദര്യം പുഞ്ചിരും ഒരു ചെറുപ്പക്കാര കുട്ടി എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്നത് കാണാൻ കാത്തുക്കും. എന്തിനാണ് ഒന്ന് ചിരി കിട്ടാൻ. അങ്ങനെ ഒരു സപ്പോർട്ട് കാണാനില്ല. യഹൂദിനെ കുട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്ന പോരേക്ക് എന്ത് സ്നേഹാലേ. എന്നിട്ട് കയറി ചെന്നിട്ട് മോനോട് ചോദിച്ച്, മോന്റെ അടുത്ത് ചെന്നപ്പോ രോഗിയായി കിടക്കാം, ഷഹാദമില്ലാൻ പറഞ്ഞു. അപ്പൊ കുട്ടി യഹൂദിയായ ഫാദറിനെ നോക്കി, പിന്നെയും ചെല്ലാൻ പറഞ്ഞു, കേട്ടില്ല. കണ്ണീര് വന്ന് ആ നേരത്തെ യഹൂദി പറഞ്ഞു, ആദ്യം അബുൽ ഖാസിം റസൂലുള്ളാഹിക്ക് ഇപ്പോഴും മോനെ കുട്ടി ചെല്ലി ഷഹാദന്മാ സ്വർഗത്ത് പോയോ. പാവ ഒരു കുട്ടി മദീനത്ത് തെരുവില്, ആ കുട്ടി ഇങ്ങനെ കരയാണ്, പെൺകുട്ടിയാണ്. മുഴുസുന്തിനെ കരയണത് 2 റിയാൽ പോയി നെറ്റിയെ 2 റിയാൽ എടുത്തെടുത്ത്. പിന്നെ കുട്ടി കരയാണ്. എന്തിനാ മുഴുസ് കരയണത്? എന്തായാലും സ്നേഹം നോക്കികള് ആരാ ഇത് ചോദിക്കുന്നത്? ലോകത്തിന്റെ നേതാവ്. നമ്മൾ എല്ലാവർക്കും നേതാക്കന്മാരെ നമുക്ക് പരിചയമുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കാൻ ആരെ കിട്ടുക? എന്തിന് ഇത്ര വർണ്ണിക്കാൻ പറ്റിയ ഒരൊറ്റ വ്യക്തിത്വം ദുനിയാവിൽ കഴിഞ്ഞിട്ടില്ല, കഴിയൂല, ഇനി വരൂല്ല. എത്ര കൊട്ടാരത്തിൽ താമസിച്ച സുൽത്താൻമാർ, ഈ ഫിറോനെ പോലെ എത്ര മനുഷ്യന്മാർ കഴിഞ്ഞു വെക്കണ്. എന്നിട്ട് ഓലെപ്പറ്റി എന്താ, ഓലെ ഡ്രസ്സ് എന്താണെന്നറിയോ, ഓലെ എങ്ങനെ നടന്നെന്നറിയോ, ഓലെ ഉതു എടുക്കുമ്പോ എന്താ ചെയ്തെന്നറിയോ, ഓല് എടുത്തണോ, ബാത്റൂം പോയത് മുതൽ കിടക്കുമ്പോൾ ചെല്ലുന്നത്, പോകുന്നത്, വരുന്നത്, വെള്ളം കുടിക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, അവിടുത്തെ ചുണ്ടുകൾ, കണ്ണുകൾ, അതേപോലെ തലപ്പാവ്, ഡ്രസ്സ്, ഓരോന്നും വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1500 കൊല്ലായി വഫാത്തായിട്ട്. 1500 കൊല്ലം മുന്നേ ഉള്ള സംഭവമാണ്. നിങ്ങൾ ആലോചിക്ക്. എന്തല്ലേ അല്ലാഹു തആല നമുക്ക് അവിടുത്തെ ജന്മദിനത്തിന്റെ 1500 വഫാത്തല്ല, 1500 കൊല്ലം. നിങ്ങൾ ആലോചിക്കുന്ന അന്നത്തെ കഥ ഇപ്പോഴും നമുക്ക് ശരിക്കും അറിയില്ലേ. ഏതായാലും ആ കുട്ടീന്റെ കൂടത്തില് ആ കുട്ടി പിന്നെ കറിയാണ്, അവൻ എന്റെ യജമാനെ തല്ലുന്നു. നേരെ കുട്ടിന്റെ കൂട്ടത്തിൽ ആ പെരെ പോയി ആ പെരക്കാരൻ്റെ അടുത്ത് ചെന്ന് പെരക്കാരൻ എന്താക്കിയെന്നറിയോ, ആ കുട്ടിക്ക് എന്താക്കി, കുട്ടിന്റെ കൂട്ടത്തിൽ വീട്ടിൽ പോയിട്ട് ആ പെരക്കാരന് അവിടുന്ന് വന്നു കുട്ടീൻ്റെ കാര്യത്തിൽ ഞാൻ കുട്ടീനെ മോചിപ്പിച്ചു തന്നു. ആ കുട്ടി രക്ഷപ്പെട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഈ പാട്ട് നോൺ സ്റ്റോപ്പ് പാടിയിട്ട് ആക്രമ വെയ്ത്ത് അല്ലാണ്ട് ആ വെയ്ത്ത് ചെയ്തേ കൽബൊന്ന് തടുക്കുള്ളൂ, ഒരു സോങ് കിട്ടുള്ളൂ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നോൺ സ്റ്റോപ്പ് പാടിയിട്ട് നാളെ പരിപാടി ഉണ്ട്. നബിദിന റാലി ഇവിടെ പരിപാടി ചെറുതൊന്നുമില്ലേ? ആഹാ, നമ്മളെ കുത്തുബിയാണല്ലോ. കുത്തുബി പൊളിക്കും. നിസാർ കുത്തുബി അൽഹാദി മടവൂർ ഇൻഷാ അല്ലാഹ് നാളെ അവിടെ ഉണ്ട്. മൂപ്പര് ഇവിടെ പള്ളിയുണ്ടല്ലോ അല്ലേ? അപ്പൊ നല്ല എല്ലാവരും പോയിക്കൊണ്ടി ഉണ്ടല്ലേ? നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിലും പൊന്നാര മുമ്പിനെ നമുക്ക് നരകത്ത് കിടക്കാൻ കഴിയില്ല. നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. അതിനൊരു ചുളിവ് വഴിയാണ് ഈ സ്വലാത്ത്. വീണ്ടും എനിക്ക് പറയാൻ പറ്റുന്ന അറിവുകൾ. ഞാൻ മുമ്പേ ഈ 100 സ്വലാത്തിന്റെ കഥ പറയും. അപ്പൊ കേട്ട് താമ്പിച്ചു പിന്നെ കേൾക്കണ്ട മിണ്ടാതെക്ക. ഇറാഖിലെ കൂഫേന്ന് ഒരു വാപ്പ മരിച്ചു. മോനെന്താക്കി, വാപ്പന്റെ മേത്ത് കൊണ്ട് തുണിട്ടു. പിന്നെ വാപ്പനെ കാണാൻ വേണ്ടി എല്ലാം നോക്കിയതാ. വികൃതമായി കിടക്കുന്ന വാപ്പന്റെ മുഖം. ഹജ്ജിന് പോയ വാപ്പ എന്താ ചെയ്ത കാര്യങ്ങള് പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്നു. ആ യുദ്ധത്തിലൊരു മയക്കം. അപ്പോഴാണ് ഒരു വ്യക്തിത്വം നേരെ വന്ന് വാപ്പാന്റെ മുഖത്തോട് തുണി ഇങ്ങോട്ട് കൊണ്ടുപോയി. എന്റെ മണിക്കും വാപ്പന്റെ മുഖങ്ങൾ കണ്ടില്ലേ? അത് ഞാൻ ശരിയാക്കി. നിങ്ങൾ ആരാ? അനൽ മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുത്തുനബിയാണ് മോനെ. എന്റെ വാപ്പ ദിവസവും 100 സ്വലാത്തല്ലും.
ആ സ്വലാത്ത് എത്തിച്ചു തരാൻ ഒരു മലക്കുണ്ട്. അത് നമുക്കുണ്ടാവും സഹോദര സഹോദരിമാരെ. ആ സ്വലാത്ത് എത്തിച്ചിരുന്ന മലക്ക് നിന്നോട് പറഞ്ഞു, അങ്ങയുടെ മേലെ സ്വലാത്തിന്റെ ആള് മരിച്ചിട്ടുണ്ട്, മുഖം കോലം കണ്ടിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ പൊറുക്കൽ അള്ളാഹു തആല പുറത്തിരിക്കുന്നു. ഈ മോൻ പറയാണ്, എവിടുന്നാ പറയുന്നത്? മക്കത്തെ മത്താഫിൽ നിന്ന് ഒരു പണ്ഡിതൻ ഈ കുട്ടി സലാത്തിനെ ചെല്ലിയെടുക്കുക, ചെറുപ്പക്കാരൻ എന്ന മോനെ സലാത്ത് തന്നെ. അപ്പം പറയാണ്, എന്റെ വാപ്പനെ കൂടെ വരും, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനവിടെ ഉണർന്ന് നോക്കുമ്പോ എന്റെ വാപ്പന്റെ മുഖം എന്തൊരു പ്രഭ, എന്തൊരു ഭംഗി. അന്ന് മുതൽ പിന്നെ ഫുൾ ടൈം ഞാൻ സലാത്താണ്. നിർബന്ധമുള്ള കാര്യം നിസ്കാരം പോലത്തെ കഴിഞ്ഞാൽ പിന്നെ സലാത്ത് തന്നെ. എത്ര ഹൈറുണ്ടാവും. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഒരു ദിവസം 10,000 സലാത്തല്ലോ. മദീനത്ത് വാതിൽ തുറന്നു കൊടുത്തില്ലേ? ഭക്തിയാർക്കാക്കിയ മുബായിരം സലാത്തിലും 30,000 കൂലിയാ കിട്ടുന്നത്. അല്ലാഹു തആല അവരൊക്കെ മദത് കൊണ്ട് നമ്മളെ സ്വർഗാവകാശികളാക്കി തരട്ടെ. അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? സ്വർഗത്തിൽ കിടക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സിറാത്ത് പാലം കണ്ട് കടത്തി തരാന്ന് പറഞ്ഞാണ്. അപ്പുറത്തെത്തിയ സ്വർഗാണ്. ആ സ്വർഗത്തിൽ നമുക്ക് എന്താക്കണം? സന്തോഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടിക്ക് പോയിക്കൊണ്ടി. അവിടെ ഈ പരിപാടി കേട്ടാൽ മുതലാക്കാൻ നോക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും മാറ്റം വേണം. ഇന്നിപ്പോ ഞാൻ 2 മാറ്റാ പറഞ്ഞത്. ഒന്ന്, ചൂടാവാതിരിക്കുക. ഇനി ചൂടാകുമ്പോൾ ചോദിക്കും, വയ്യാതെ പറഞ്ഞു പോകില്ല. ചൂടാവാതിരിക്കുക. രണ്ടാമത്തെ അല്ലെങ്കിൽ 1 സ്വലാത്തില്ല, 2 ചൂടാവാതിരിക്കുക, 3 സ്വലാത്തില്ല, 4 തെറ്റിന്ന് മാറും. ഹബീബ് തിങ്കളായി ലംഘിടുന്ന തങ്ക നിലാവ്, ഭംഗിയിൽ മങ്ങിടുന്നു സന്ധ്യ നിലാവ്, ചന്തമേഴു ചന്ദ്രനാണെന്റെ റസൂല്, അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകർ കൺമണി ത്വാഹ റസൂലുള്ളാഹ്, അൽഹാമീനിന്റെ സൗരഭ്യമേറുന്ന മദ്ഹിന്നൊരു നാളും അതിരില്ല, വിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്, ഇഷ്ഖിനാൽ പിഴി
മഹബൂബ് വസിക്കും ഗേഹം ആ ഗേഹം കാണാൻ മോഹം ആ മോഹം തീരാൻ ദാഹം ആ ദാഹം ത്വയ്ബ മുറാദാ യാ സയ്യിദി ഖുദ് ബിയദി അൻത വസീലതി യാ സയ്യിദി ഖുദ് ബിയദി അൻത വസീലതി അങ്ങേ കൂടെ ജീവിക്കാനി ഭാവിക്കാനില്ല അങ്ങുടെ സഹബിൻ കൂട്ടത്തിൽ ഒരു വലിയ ചേർന്നില്ല ആ തിരുപാദമിൽ ചുംബനമേകാനും ഇവനായില്ല അങ്ങോടല്ലാതാദികൾ പറയാൻ ഉലകിലൊരാളില്ല യാ സയ്യിദി ഖുദ് ബിയദി അൻത വസീലതി യാ സയ്യിദി ഖുദ് ബിയദി അൻത വസീലതി എൻ ഖൽബു തരാം എൻ കരളു തരാം ഇന്നൊന്നു വന്നൂടെ ഹബീബേ അങ്ങേക്കായെല്ലാം നൽകാം ഞാൻ എന്നിലണഞ്ഞൂടെ എൻ ഖൽബു തരാം എൻ കരളു തരാം ഇന്നൊന്നു വന്നൂടെ ഹബീബേ അങ്ങേക്കായെല്ലാം നൽകാം ഞാൻ എന്നിലണഞ്ഞൂടെ ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം നിന്റെ നബിയോട് ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം നിന്റെ നബിയോട് ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹബ്ബി റസൂലില്ലാഹ് ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം നിന്റെ നബിയോട് ഉപ്പാവും